ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ സെറാമിക് കോഡിൻ്റെ ചെരിഞ്ഞ മൂലോട് എങ്ങനെ ഫിറ്റ് ചെയ്യാന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങൾ ഇന്ന് വീഡിയോയിലൂടെ കാണിച്ചു തരട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം വേണ്ടി എന്താ അറിയോ, നമ്മൾ കെട്ടാൻ പോണ മൂലൻ്റെ അടിഭാഗം തുഞ്ചം കറക്റ്റ് കട്ട് ചെയ്ത് ഷേപ്പാക്കി വെക്കുക. അതിൻ്റെ ശേഷം ആ കാണുന്ന മൂല എത്ര നീളമുണ്ട് നോക്കുക. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ പി വി സിൻ്റെ പൈപ്പുമ്മലാണ് ഈ മൂലോട് വെക്കാൻ പോണത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ അളന്ന് നോക്കിയപ്പോൾ ആ കാണുന്ന ചെറിയ മൂല 90 സെൻറ്റി ഉണ്ട്. പക്ഷേ ഞങ്ങൾ 85 സെൻറ്റിയിലാണ് നമ്മളാ പാത്തി കട്ട് ചെയ്യണത്. കാരണം ഒരു 5 സെൻറ്റി 10 സെൻറ്റി ഒന്നും കുറഞ്ഞാൽ കുഴപ്പമുള്ള കാര്യമില്ല. കാരണം ബാക്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിതാ ആ പീസ് കട്ട് ചെയ്ത് അതിൻ്റെ ശേഷം അതുമ്മൽ നമ്മൾ കെട്ടാൻ പോണ മൂലോട് വെച്ച് നോക്കിയപ്പോൾ രണ്ട് ഭാഗത്തേക്കും ചെറിയൊരു ഗ്യാപ്പ് കാണാൻ പറ്റും. ഈ ലെവലിൽ നമ്മൾ മൂലോട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീടിൻ്റെ പുറം സൈഡിൽ നിന്ന് നോക്കുമ്പം ആ പാത്തി, അതായത് PVC പാത്തി ഇങ്ങനെ പുറത്തേക്ക് കാണും. അപ്പം ഒരു ബോറാണ്. കാരണം ചുവന്ന ഓടിൻ്റെ ഇടയിൽ വെള്ള PVCൻ്റെ പാത്തി കാണുമ്പോൾ ബോറല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ പാത്തി ഒരു 1.5 ഇഞ്ച് കട്ട് ചെയ്യുക. രണ്ട് സൈഡും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആ PVC പാത്തിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് 1.5 ഇഞ്ചിൽ കട്ട് ചെയ്യുക. ഒരു കമ്മട്ടം കട്ട് ചെയ്താൽ മതി. കറക്റ്റ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. കണ്ടോ, ഞങ്ങളൊക്കെ ഒരു കമ്മട്ടത്തിൽ മാത്രമാണ് കട്ട് ചെയ്തത്. ആ ഒരു നൂലിക്ക് ഏറിച്ചിട്ട് കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ അതായത് എങ്ങനെ നോക്കലെന്ന് അറിയാം, ഒരു റോഡ് വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ അതിൻ്റെ ശേഷം നമ്മളിതാ ഈ കാണുന്ന മൂലോടിന് ഓട്ടുണ്ട്. അടിയിൽ വരുന്ന ഫസ്റ്റത്തെ മൂലോടിന് കമ്പനി ഓൾസ് കൊടുത്തിട്ടില്ല. അപ്പോൾ അതെന്താ ചെയ്യേണ്ടത് അറിയോ, അത് നമ്മൾ റെഡിമെയ്ഡ് ഓട്ടം ഉണ്ടാക്കിയെടുക്കണം. ഇപ്പം കണ്ട, ഞങ്ങൾ മെഷീൻ കൊണ്ട് ചെറിയ ആണി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഓൾസ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓൾസ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മെഷീൻ കൊണ്ട് ഒരു കീറിൽ കീറിയാൽ മതി. അപ്പം നമുക്ക് അതിൽ ആണി ഇടാൻ പറ്റും കേട്ടോ. അപ്പം അതും റെഡിയായി. ഇനി അടുത്ത വർക്ക് എന്താ വെച്ചാൽ ഒരു ചെറിയ കട്ടിങ്. എന്തിനാ വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളാ ഫസ്റ്റ് വെക്കണ മൂലോട് എന്ന് പറഞ്ഞാൽ മറ്റേ സെക്കൻഡത്തെ ഓടിൻ്റെ അത്ര ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ട് PVCൻ്റെ ചെറിയൊരു ഭാഗം പുറത്തേക്ക് കാണാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെയും ചെറിയൊരു കട്ടിങ് ചെയ്തിക്കണ്. കണ്ടോ, ആ മൂലോടിൻ്റെ ഭാഗത്തേക്ക് നമ്മളാ കട്ട് ചെയ്തപ്പം ഇപ്പം കറക്റ്റാക്കി നിൽക്കണേ കാണാൻ കഴിയും. കണ്ടോ, അതിൻ്റെ മറിക്ക് കറക്റ്റായി. ആദ്യം നിങ്ങൾ 1.5 ഇഞ്ച് കട്ട് ചെയ്യുക. അതിൻ്റെ ശേഷം ഈ ഫസ്റ്റത്തെ മൂലോട് വരുന്ന സൈഡ് മാത്രം രണ്ട് സൈഡും ഒരു 1/2 സെൻറ്റീച്ച കട്ട് ചെയ്താൽ ഇതുപോലെ ആവും. ഇനി അടുത്ത വർക്ക് എന്താ വെച്ചാൽ നമ്മൾ ഇതുപോലെ ഒരു ഓട് വെക്കുക. ഏത് ഓടാലും മതി. അതിൻ്റെ ബാക്കിൽ അടുത്ത ഓട് വെക്കുക. എന്നിട്ട് ഇതുപോലെ സെറ്റ് ആക്കിയതിന് ശേഷം ആ ഓടിൻ്റെ ആണിൻ്റെ ഗ്യാപ്പിലൂടെ നമ്മൾ ആ പാത്തിമേലൊരു മാർക്ക് ചെയ്യുക. അവിടെ ഒരു മാർക്ക് ആയിട്ടുണ്ട്. നമ്മളത് പെൻസിൽ കൊണ്ട് കാണിച്ചാൽ കണ്ടോ. ഇനി നമ്മളെന്ത് ചെയ്യുക, ആ ഓടിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ മാർക്കിലേക്ക് ഒരു ഈർക്കിളി മുറിച്ചിട്ടുണ്ട്. ഇതാണ് തോത്. നിങ്ങൾക്ക് ഒരു മൂലമ്മൽ 10-25 മൂലൊക്കെ വെക്കാണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു തോത് ഉണ്ടാക്കിയാൽ പെട്ടെന്ന് വെച്ച് ചെയ്യും. ഇനി നമ്മളെന്ത് ചെയ്യുക അറിയോ, ഞങ്ങളിതാ ഈ മൂലോട് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്ലേവിൽ സൺസൈഡ് മേൽ 2 കമ്പി വെച്ചത് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ആ കമ്പി അങ്ങനെ മാർക്ക് ചെയ്യേണ്ടി വെച്ചാൽ പാത്തി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് പെൻസിലുകൊണ്ട് അതിൻ്റെ അടിഭാഗം കറക്റ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ഓൾസ് ഇട്ടുകൊണ്ട് കറക്റ്റ് ആ കമ്പിയിലേക്ക് ആ പാത്തി ഇറക്കി വെക്കാൻ പറ്റും. ഇതിന് നമ്മളടുത്ത് ഒരുപാട് ടെക്നിക്ക് ഉപയോഗിക്കട്ടോ. കണ്ടോ, ആ പാത്തി 2 8mm കമ്പിയിലേക്ക് നമ്മൾ ആ പാത്തി ഇറക്കി വെച്ച് അതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക അറിയോ, ഒരു 1/2 സെൻറ്റി പുറത്തേക്ക് കാണുന്ന കോലത്തിൽ നമ്മൾ കട്ട് ചെയ്യുക. അത് കറക്റ്റ് ആ കമ്പി കട്ട് ചെയ്ത് ഒഴിവാക്കുക. പിന്നെ ഈ സിസ്റ്റം ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പാടുണ്ട്. എന്താ വെച്ചാൽ ഈ കമ്പി വെക്കേണ്ട സ്ഥലങ്ങൾ ഒരു ഐഡിയ ഉണ്ട്. എന്താ വെച്ചാൽ ഫസ്റ്റത്തെ ഓടിൻ്റെ ബാക്ക് സൈഡിലായിരിക്കണം ഈ ഫസ്റ്റത്തെ കമ്പി വരേണ്ടത്. അതെന്താ വെച്ചാൽ നമുക്ക് ആ ഓടിൻ്റെ ഉള്ളിൽ പോവും ചെയ്യും. അത് മാത്രമല്ല ഓട് പൊന്തി നിൽക്കില്ല. അത് നിങ്ങൾ പേടിക്കേണ്ട. നല്ലൊരു വീഡിയോ, ഇനി എത്രയോ വീഡിയോ വരാനുണ്ട്. അപ്പോൾ നമ്മളിതാ ഫസ്റ്റത്തെ ഒരു ഓട് വെച്ച് എന്നിട്ട് ആ നമ്മൾ ഒരു ചാല് കീറിയിട്ടുണ്ടായിരുന്നു. ആ ചാലിൽ മെഷീൻ വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുപോലെ ഒരു പാത്തിയിൽ ഒരു കീറിൽ വരുത്തിയതിന് ശേഷം അതിൽ ഫസ്റ്റത്തെ ഒരു ആണി ഇട്ടുകൊണ്ടാണ് ഒന്നാമത്തെ മൂലോട് വെക്കുന്നത്. കണ്ടോ, ഇപ്പം ഫസ്റ്റത്തെ മൂലോട് വെച്ച് അത് സംഭവം നമ്മൾ ചെറിയൊരു മൂല വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളാക്കി ചെയ്യാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം ഒരുപാട് വീടുകളിൽ ഇതുപോലെ മൂല വീണതുണ്ടാവും. സൺസൈഡിലൊക്കെ മൂല വീണ വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. ഇനി അടുത്ത ഒരു മൂലോട് കണ്ടോ, ആ തോത് വെച്ചുകൊണ്ടാണ് അടുത്ത മൂലോട് വെച്ചത്. ഇനി അതുപോലെ തോത് വെച്ചുകൊണ്ട് ആ PVCയിൽ ഒരു ചെറിയ ഒരു കീറിൽ കീറിയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ അടുത്ത മൂലോട് വെക്കുക. ഇതിനൊക്കെ നമ്മൾ 1.5 ഇഞ്ചിൻ്റെ ആണി ഉപയോഗിച്ചാൽ മതി. 2 ഇഞ്ചിൻ്റെ ആണി ഉപയോഗിച്ചാലും കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. കാരണം നമ്മൾ ഓൾറെഡി ഈ സെറാമിക്കിൻ്റെ ഓടി വിരിക്കാൻ വേണ്ടിയിട്ട് 1.5 ഇഞ്ചിൻ്റെ ആണിയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പം ആ ആണി തന്നെ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്ക് വേണ്ടി എന്താ അറിയോ, ആ ചുമരിൻ്റെ മൂലയിൽ കണ്ടോ ഒരു ഓടുംപാടെ വെക്കാണ്ട് അതും ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ആ ഓട് അവസാനത്തെ ഇപ്പം വെക്കാൻ പോകുന്ന ഓട് കട്ട് ചെയ്തപ്പം അതിൻ്റെ
ആണിൻ്റെ ഭാഗം കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ആ ഒരു ഓട് നമുക്ക് സിലിക്കോണിന് വെച്ചാൽ മതിയേ. അതിന് സിലിക്കോണിന് വെക്കണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, അവിടെയും ഒരു ചെറിയ ഒരു കീറിൽ കീറിയിട്ട് ആ പാത്തിയിൽ ആണി വെക്കാൻ മാത്രമേ ഉള്ളൂ. അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. ഇപ്പം നമ്മളെ കുമ്മായം നിറച്ചതിന് ശേഷം എന്തൊക്കെയാണ്, ആ പാത്തിയിൽ ഒരു കീറിൽ കീറിയിട്ട് അതിലേക്ക് ഒരു ആണിമ്പാട വെക്കുന്നുണ്ട്. അതെന്തിനാണെന്നറിയോ? ആ പാത്തിക്ക് വീണ്ടും സ്ട്രോങ് ആക്കുകയാണ്. അതായത് ആ കുമ്മായം സിമൻ്റ് അടിയിൽ സെറ്റ് ആവുന്ന സമയത്ത് ആ ആണി സിമൻറ്റിൽ പിടിച്ചിരിക്കും. അപ്പോൾ നമുക്ക് ആ പാത്തിക്ക് ഡബിൾ സ്ട്രോങ് ആയി. പിന്നെ അതാ PC ആ മൂന്നാമത്തെ മൂലോടിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്ത് സിലിക്കോൺ വെച്ചതിന് ശേഷം ലാസ്റ്റത്തെ ഒരു ഓട് അതിൽ പതിച്ച് വെച്ച്. അപ്പോൾ സിലിക്കോൺ സ്ട്രോങ് ആണ്, പക്ഷെ സിലിക്കോണിന് മാത്രം നമ്മൾ ഒരിക്കലും മൂലോട് ആശ്രയിക്കാൻ പാടില്ല. ഇപ്പം നമ്മളിതാ അതൊക്കെ കഴിഞ്ഞിട്ടോ. കാരണം ആ 2 ചെറിയ മൂലകൾ, സൺസൈഡിൻ്റെ ബാക്ക് ഭാഗത്തുള്ള ചെറിയ മൂലകൾ പറഞ്ഞാൽ ചെരിവ് കുറവാണ്. അത് മാത്രമല്ല, അത് ചെരിവ് കുറഞ്ഞുകൊണ്ട് തന്നെ അതിൽ ഞങ്ങൾ വൈൻഡിങ് വെയർ കെട്ടിയിട്ടില്ല. അതായത് വൈൻഡിങ് വെയർ എന്ന് പറഞ്ഞാൽ കെട്ടുകമ്പി ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമ്മളെന്താ വേണ്ടത് അറിയാം, മൂലക്ക് ഈ 2 ഐറ്റമിൻ്റെ കമ്പിക്ക് പുറമെ ഞങ്ങൾ 1 മീറ്റർ വരുന്ന മൂലക്ക് 2 കമ്പികളും കെട്ടുകമ്പി നിങ്ങൾ കണ്ടില്ലേ, കെട്ടമ്പി ഉപയോഗിക്കണം. അതായത് ഒരു 3 മീറ്ററിൻ്റെ മൂലക്കാണെങ്കിൽ 2 കമ്പി മതി. അതുപോലെ 4 കെട്ടമ്പി വെച്ച് കണ്ട് നമ്മൾ കെട്ടി സെറ്റാക്കും വേണം. അപ്പോൾ ഡബിൾ സ്ട്രോങ് ആവും. അത് അടുത്ത നല്ല വേറെ എത്രയോ സൈറ്റ് വരാണ്ട്. ഇതിപ്പോൾ ചുവപ്പ് ഓടിൻ്റെ മൂലോടാണ് വെച്ചത്. ഇനി നമുക്ക് കറുപ്പ് വരാണ്ട്, നീല വരാണ്ട്, അങ്ങനെ ഒരുപാട് പച്ചൊക്കെ വരാണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പല കളറിൻ്റെ മൂലോട് എങ്ങനെ വെക്കുക എന്നുള്ളത് അടുത്തടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മളിതാ ഈ ഫ്രണ്ടിലെ മൂലോട് വെക്കണ കാണാൻ പറ്റും. അതൊക്കെ നമ്മൾ ആകപ്പാടെ 2 മീറ്റർ നീളത്തിൽ വന്നിട്ടുള്ള മൂലയിൽ 2 ഐറ്റമിൻ്റെ കമ്പി, അതേപോലെ തായും മുകളിലായിട്ട് 2 ഈച്ച കെട്ടമ്പിയൊക്കെ സെറ്റാക്കിയിട്ടാണ് ആ പാത്തി അവിടെ വെച്ചിട്ടുള്ളത്. ഇനി അടുത്തൊരു കാര്യം എന്താ വെച്ചാൽ, 1 മീറ്റർ ഒരു ലെങ്ത്ത് പാത്തി എന്ന് പറഞ്ഞാൽ 5 മീറ്റർ ഉണ്ടാവും. അതിന് 4 kg തിക്നെസ് ഉള്ള ഒരു ലെങ്ത്തിന് 490 റുപ്യക്കാണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത്. പിന്നെ 2.5ൻ്റെ പാത്തി നാട്ടിൽ അവൈലബിൾ ആണ്. അതിൽ മൂല വെച്ചിട്ട് ഒരു പ്രശ്നമുള്ള കാര്യമില്ല കേട്ടോ. സാമ്പത്തികം കുറച്ച് കുറവുള്ള ആൾക്കാർക്ക് അതുമേൽ മൂല വെച്ചാൽ മതി. അതിന് ഒരു 100 റുപ്യ കുറവുണ്ട് ലെങ്ത്തുമ്മേൽ. അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. പിന്നെ അടുത്തൊരു കാര്യം പറഞ്ഞുതരാം. മൂലോട് വെക്കുമ്പം സെറാമിക്കിൻ്റെ മൂലോടിന് വിഡ്ത്ത് കുറയും. അതായത് വീതി കുറഞ്ഞ സാധനം ആയതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയാം, കോൺക്രീറ്റുമ്പോൾ ചെയ്യുന്ന സമയത്ത് മൂല ടു മൂല നൂല് വെച്ചതിന് ശേഷം ഒരു ചോക്കോണ്ട് വരച്ചിട്ട് ആ വരക്കനുസരിച്ച് ഫുള്ള് അപ്പുറം ഇപ്പുറം കറക്റ്റ് കട്ട് ചെയ്ത് സിലിക്കോണൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് ലാസ്റ്റ് മൂലോട് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യണതിന് മുമ്പ് ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയോ, ഒരു വര വരച്ചിട്ട് അതിന് കറക്റ്റാക്കിയിട്ട് അപ്പുറം കട്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ സാധാ മണ്ണിൻ്റെ ഓട് എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് ഉണ്ട്. അതായത് 8 ഇഞ്ചോളം മൂലോടിന് ലെങ്ത്ത് ഉണ്ടായതുകൊണ്ട് ചെറിയ ഗ്യാപ്പൊക്കെ വന്നാൽ മൂലോടിൻ്റെ ഉള്ളിൽ പോകും. പക്ഷേ സെറാമിക്കിൻ്റെ ഓടിന് വീതി കുറവായതുകൊണ്ട് നമ്മൾ പക്കാ ശ്രദ്ധിക്കുക. പിന്നെ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.